والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമ്മെ ഏവരെയും പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. മഹാന്മാരായ മുൻഗാമികൾ, അവരെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അഥവാ നമ്മുടെ നല്ലവരായ സ്വഹാബത്ത്, അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും റമളാനുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ചിന്തകളും ചർച്ചകളും. റമളാൻ വരുന്നതിൻ്റെ 6 മാസം മുമ്പ് തന്നെ അള്ളാഹുവെ നമ്മളെ റമളാനിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്നവർ ദുആ ചെയ്യുമായിരുന്നുവെന്ന്. റമളാനിൽ അവർ സാധിക്കുന്ന എത്ര അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവെ റമളാനിൽ നമ്മൾ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്നവർ ശേഷമുള്ള 6 മാസം ദുആ ചെയ്യുമായിരുന്നുവെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹം നമ്മൾ ചിന്തിക്കണം. 6 മാസത്തോളം അള്ളാഹുവെ ഞങ്ങൾ അതിലേക്ക് എത്തിക്കണമേ എന്ന് ആവർത്തിച്ച് അവർ ദുആ ചെയ്തിട്ടുള്ള പരിശുദ്ധ റമളാനിലാണ് നാം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മുമ്പുള്ള മാസങ്ങളിലും ദിവസങ്ങളിലും ഉള്ളതുപോലെ ഒരു സാധാരണ ദിവസമോ ഒരു സാധാരണ രാപ്പകലുകളോ ആയി ഈ റമളാനിൻ്റെ ദിവസങ്ങളാകാൻ പാടില്ല എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശ്രേഷ്ഠത അവൻ്റെ ഈ മാസത്തിന് നൽകിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിന് ഒരു വർഷത്തിൽ ആകെ ഒരു മാസം മാത്രമാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതിന് അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത് പരിശുദ്ധമായ റമളാൻ മാസമാണ്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, ആരെങ്കിലും റമളാൻ മാസത്തിൽ സന്നിഹിതനായാൽ നോമ്പെടുത്തുകൊള്ളട്ടെ എന്ന് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പരിശുദ്ധമായ അവൻ്റെ കലാം ഖുർആൻ അവതരിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ള മാസവും റമളാൻ മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഈ 2 ശ്രേഷ്ഠതകളാണ്, പകല് നോമ്പും അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള ഖുർആൻ പാരായണവും നിലനിൽക്കുന്ന മാസമായതിനാലാണ് ഈ മാസത്തിലുള്ള മറ്റ് അമലുകൾക്കെല്ലാം തന്നെ വലിയ ശ്രേഷ്ഠതകൾ വന്നത് എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു അബി ദുനിയ അദ്ദേഹത്തിൻ്റെ ഫളാഇലു റമളാൻ, റമളാനിൻ്റെ ശ്രേഷ്ഠതകൾ എന്നറിയിക്കുന്ന കിതാബിൽ അബൂബക്കർ ഇബ്നു അബി മറിയം റഹിമഹുള്ളയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. സമിഅ്തു മശ്യഖതനാ യഖൂലൂൻ, നമ്മുടെ മശായിഖുമാർ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നാം കേട്ടിട്ടുണ്ട്. ഇദാ ഹളറ ശഹ്റു റമളാൻ ഖദ് ഹളറ മുതഹിറുൻ, റമളാൻ മാസം ആഗതമായാൽ നമ്മളെല്ലാം ശുദ്ധീകരിക്കുന്നതായ ഒരു കാര്യമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. വയഖൂലൂൻ, അവർ പറയുമായിരുന്നു, ഇൻബസിതു ബിന്നഫഖതി ഫീഹ്, നിങ്ങൾ ഈ മാസത്തിൽ ധാരാളമായി ചെലവഴിക്കുക. ഫഇന്നഹാ തുദാഅഫു കന്നഫഖതി ഫീ സബീലില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്ന, ജിഹാദിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് പോലെ ഇരട്ടി ഇരട്ടിയായി നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. വയഖൂലൂന അത്തസ്ബീഹതു ഫീഹി അഫ്ളലു മിൻ അൽഫി തസ്ബീഹത്തിൻ ഫീ ഗൈരി, അവർ പറയുമായിരുന്നു, ഈ മാസത്തിൽ ഒരാൾ ചൊല്ലുന്ന തസ്ബീഹിന് സുബ്ഹാനല്ലാഹ് എന്നുള്ളതിന് മറ്റു മാസങ്ങളിലും ദിവസങ്ങളിലും ചൊല്ലുന്ന 1000 തസ്ബീഹിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുമായിരുന്നു. ഇമാം തിർമിദി അസ്സുഹരി റഹിമഹുള്ളയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. തസ്ബീഹത്തുൻ ഫീ റമളാൻ തഅദിലു അൽഫ തസ്ബീഹത്തിൻ ഫീ ഗൈരി റമളാൻ, റമളാൻ മാസത്തിലുള്ള തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്നുള്ളത് മറ്റു മാസത്തിലുള്ള തസ്ബീഹിനേക്കാളും 1000 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ദിവസത്തിലെ ഓരോ സമയങ്ങളും നമ്മൾ പാഴാക്കാതിരിക്കുക. ഈ ദിവസത്തിലെ വിശ്രമങ്ങളും ഈ ദിവസത്തിലെ ഇബാദത്തുകളുമെല്ലാം നല്ല നിയ്യത്തോടു കൂടിയാക്കുകയാണ് എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന് നൽകിയ ആ ശ്രേഷ്ഠതകളെല്ലാം തന്നെ നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കും. നോക്കൂ, കഴിഞ്ഞുപോയ മാസങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങൾ പുറത്തു തരാനുള്ള മാസമായിട്ടാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനെ നിശ്ചയിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സ്വലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലാ ജുമുഅ വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദാ ഇജ്തനബൽ കബായിർ. 5 നേരത്തെ നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ, അതുപോലെ തന്നെ 2 റമളാനുകൾ, ഇതിനിടയിലുള്ള പാപങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിനിടയിലുള്ള പാപങ്ങളെ കരിച്ചു കളയുന്നതാണ്. മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, ഇതിനിടയിൽ സംഭവിക്കുന്ന തെറ്റുകൾ അല്ലാഹു തആല മായ്ച്ചു കളയാൻ വേണ്ടി നിശ്ചയിച്ചതാണ്. ഇദാ ഇജ്തനബൽ കബായിർ, അള്ളാഹു വൻപാപമായി നിശ്ചയിച്ച കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്കറിയാതെ സംഭവിച്ചു പോകുന്ന ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പിലൂടെ പുറത്തു തരുമെന്നുള്ളതാണ്. ഈ നോമ്പിനെ കുറിച്ച് അല്ലാഹു തആല അറിയിച്ചിട്ടുള്ളത്, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി,
ആരെങ്കിലും വിശ്വാസത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ഈ മാസത്തിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തആല അവൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. സംഭവിച്ചു പോയ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഈ ദിവസങ്ങളിൽ രാത്രി ഒരാൾ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ, തറാവീഹ് നിസ്കരിച്ചാൽ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ ദംബി, ആരാണോ രാത്രിയിൽ നിസ്കരിക്കുന്നത് റമളാൻ മാസത്തിൽ, അവൻ്റെ പ്രതിഫലേച്ഛയോടുകൂടി വിശ്വാസത്തോടുകൂടി നിസ്കരിക്കുന്നത്, അവൻ്റെ കഴിഞ്ഞുപോയിട്ടുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ് കുതിബ ലഹു ഖിയാമു ലൈല, ആരെങ്കിലും ഈ മാസത്തിൽ ഇമാമിനോടൊപ്പം പൂർത്തിയാക്കി നിസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ നിസ്കരിച്ചതുപോലെയുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ തോന്നുന്ന രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടാക്കി തന്നിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പാപങ്ങളിൽ നിന്നും അകന്നു കഴിയാൻ സാധിക്കുന്നതും ഈ മാസത്തിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു അന്തരീക്ഷം ഈ മാസത്തിന് വെച്ചതുകൊണ്ടാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല ശഹ്റു റമളാൻ ഫുത്തിഹത് അബ്വാബുസ് സമ, റമളാൻ മാസമായി കഴിഞ്ഞാൽ ആകാശത്തിലുള്ള കവാടങ്ങൾ കൊട്ടി തുറക്കപ്പെടുന്നതാണ്. അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള താല്പര്യം ആളുകളിൽ ഉണ്ടാകും. വഗുല്ലിഖത് അബ്വാബു ജഹന്നം, നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നതാണ്. അഥവാ തിന്മകളിലോടുള്ള പ്രേരണകൾ വളരെയധികം കുറയും. വസുൽസിലത്തി ഷയാത്തീൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെടും. നമ്മുടെ ഹറാമുകളിലേക്ക് നയിക്കുന്ന പിശാചുകൾക്ക് ബന്ധനമുണ്ടാകും. അങ്ങനെ എല്ലാ നിലക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടും നമ്മളത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ അത് വലിയ നഷ്ടമാണ് എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് ഏറ്റവും അധികം ഖേദിക്കേണ്ടി വരുന്നവരുടെ കൂട്ടത്തിലും നമ്മൾ ഉൾപ്പെടും എന്ന താക്കീത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ഇതുപോലുള്ള മിമ്പറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറുന്ന വേളയിൽ ആമീൻ 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 എന്ന ഓരോ പടിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ആമീൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. ശേഷം സഹാബികൾ ചോദിച്ചു, എന്താണ് റസൂലെ ആമീൻ എന്ന് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്ന് ഒരാൾക്ക് മൻ അദ്റക ശഹ്റ റമളാൻ, ആരെങ്കിലും റമളാൻ മാസത്തിലേക്ക് പ്രവേശിച്ചു, എന്നിട്ട് ഫലം യുഗ്ഫർ ലഹു ഫദഖല അന്നാർ, അങ്ങനെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായി. അതൊന്നും അവൻ ഉപയോഗപ്പെടുത്താതെ, അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടാതെ അവൻ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അകറ്റിക്കളയട്ടെ, അല്ലാഹുവിൻ്റെ എല്ലാ കാരുണ്യങ്ങളിൽ നിന്നും അവൻ ബഹുദൂരത്താകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആക്ക് ആമീൻ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസം ഒന്നുകിൽ നമുക്ക് അനുകൂലമായി നാളെ സാക്ഷി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ടായിരിക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ റമളാൻ നമുക്കുണ്ടായിരിക്കുകയില്ല എന്ന ചിന്തയോടുകൂടി ഈ മാസത്തിലെ ഓരോ സമയത്തും വേണ്ടതായ അമലുകൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. ഇനിയൊരിക്കലും മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. ഹറാമായ കാര്യങ്ങൾ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യുക, മാറി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എല്ലാ നിലക്കും സൽക്കർമ്മങ്ങൾ ധാരാളമായി വാരിക്കൂട്ടുന്ന, എല്ലാ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് നിശ്ചയിച്ച ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകുന്നതിനു വേണ്ടി, സൂക്ഷ്മതയുള്ളവരാകുന്നതിനു വേണ്ടി എന്ന് പറഞ്ഞ ലക്ഷ്യം സാധൂകരിക്കുന്ന രൂപത്തിലുള്ള നോമ്പും രാത്രി നിസ്കാരവുമാക്കി തീർക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സ്വർഗത്തിൽ നിശ്ചയിച്ച റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ അല്ലാഹു തആല പുറത്തു തരികയും ഇനി ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാനുള്ള ഒരു മാസമാക്കി ഈ മാസത്തെ നിശ്ചയിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.